Hi dear friends. Dear students, our next video about credit note voucher. We have some return notes input into Tally that the returns from the customers, some product return from customers, or any price complaints we give to collect credit note from customers in how to input in Tally. നമുക്ക് പർച്ചേസ് റിട്ടേൺ ഡെബിറ്റ് നോട്ട് ആയാലും സെയിൽസ് റിട്ടേൺ ക്രെഡിറ്റ് നോട്ട് ആയാലും നമുക്ക് ഇൻപുട്ട് ചെയ്യണമെങ്കിൽ അക്കൗണ്ടിങ് ഇൻവെൻട്രി ഫീച്ചേഴ്സിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം F11 എന്ന കീ കൊടുത്ത് അതിനകത്ത് പോയി എൻ്റെ ഓപ്ഷൻ ആക്റ്റീവ് ആക്കണം. യെസ് ബട്ടൺ ആയ ക്രെഡിറ്റ് നോട്ട് ഡെബിറ്റ് നോട്ട് യെസ് എന്നാക്കിയാൽ മാത്രമേ നമ്മളെ കീ ബട്ടൺ ഓപ്ഷനകത്ത് ഇൻവോയ്സ് കിട്ടുകയുള്ളൂ. ആ ഇൻവോയ്സ് നിങ്ങൾക്ക് ആൾട്ട് F9 ഉപയോഗിച്ച് ഡെബിറ്റ് നോട്ടും കൺട്രോൾ F9 ഉപയോഗിച്ച് ഡെബിറ്റ് നോട്ടും കൺട്രോൾ F8 ഉപയോഗിച്ച് ക്രെഡിറ്റ് നോട്ടും നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ അതിനകത്ത് സെറ്റ് ചെയ്യേണ്ടത്. ഇത് രണ്ടും നമുക്ക് രണ്ട് മോഡിൽ ഇൻപുട്ട് ചെയ്യാം. ഇൻവോയ്സ് മോഡും വൗച്ചർ മോഡും ഉണ്ട്. മോഡ് ചേഞ്ച് ചെയ്യാനായിട്ട് കൺട്രോൾ V നമുക്ക് ഉപയോഗിക്കാം. ഇൻവോയ്സ് മോഡാണെങ്കിലും വൗച്ചർ മോഡായാലും കൺട്രോൾ V റിവൈസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് കൺട്രോൾ F8 ആണ് ഇതിന് ക്രെഡിറ്റ് നോട്ട് വൗച്ചറിന് യൂസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് എങ്ങനെയാണ് അത് ഇൻപുട്ട് ചെയ്യേണ്ടതെന്ന് ടാലിയിലേക്ക് പോയി നോക്കാം. ഓക്കെ, ലുക്ക് ഹിയർ. ഇവിടെ നമ്മൾ കീ ബട്ടണിനകത്ത് ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും ഉണ്ട്. ക്രെഡിറ്റ് നോട്ടുകൾ കൺട്രോൾ F8 കൊടുത്ത് ഇവിടെ ക്രെഡിറ്റ് നോട്ട് നമ്മൾ ഓൺ ആക്കിയിരിക്കുകയാണ്. ഇവിടെ ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ടാണ്. കൺട്രോൾ F8 പ്രസ് ചെയ്യുകയോ മൗസ് ക്ലിക്ക് ചെയ്യുകയോ ചെയ്താൽ നമുക്ക് ക്രെഡിറ്റ് നോട്ട് വിൻഡോ കിട്ടും. ആ ക്രെഡിറ്റ് നോട്ട് വിൻഡോയിൽ നമുക്ക് ഇൻപുട്ട് ചെയ്യണം. അവിടെയും നമുക്കിവിടെ രണ്ട് ഓപ്ഷനുണ്ട്, ആസ് ഇൻവോയ്സും ആസ് വൗച്ചർ. കൺട്രോൾ V ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആസ് ഇൻവോയ്സും ആസ് വൗച്ചർ. ഇതിപ്പോൾ ഇൻവോയ്സ് മോഡാണ് കിട്ടിയിരിക്കുന്നത്. അടുത്ത കഴിഞ്ഞിട്ട് നമുക്ക് വൗച്ചർ മോഡ് വേണമെങ്കിൽ വൗച്ചർ മോഡാകുമ്പോൾ 2ഉം ബൈക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഇൻപുട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇൻവോയ്സ് മോഡാണ് വേണ്ടുന്നതെങ്കിൽ ഇൻവോയ്സ് മോഡ് ഓണാക്കി വയ്ക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് രണ്ട് രീതി പോസ്റ്റ്, അത് ഏതെങ്കിലും എൻട്രി നിങ്ങൾക്ക് ഇപ്പോൾ പാസ് ചെയ്യേണ്ട ഇൻപുട്ട് ചെയ്തിട്ടാൽ മതി എന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഡേറ്റഡ് ആക്കാം. കറണ്ട് ഡേറ്റിൽ അത് അപ്ഡേറ്റ് ചെയ്ത് എല്ലാ വൗച്ചറും ചെയ്യാം. കറണ്ടും പോസ്റ്റ് ഡേറ്റും ആക്കാനായിട്ടുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ക്രെഡിറ്റ് നോട്ട് വന്നു. ക്രെഡിറ്റ് നോട്ടിനകത്ത് നമ്മളത് എൻ്റർ ചെയ്തിരിക്കുകയാണ്. ക്രെഡിറ്റ് നോട്ട് വൗച്ചർ നമ്മൾ റാം എന്ന കസ്റ്റമറിൽ നിന്ന് നമുക്ക് ക്രെഡിറ്റ് നോട്ട് വന്നിട്ടുള്ളത്. അവരുടെ അക്കൗണ്ടാണ്, കസ്റ്റമർ ഡീറ്റെയിൽസ് ആണ് കിടക്കുന്നത്. അത് നമ്മൾ സേവ് ചെയ്തു. ഏത് ഐറ്റം ആണോ വന്ന ഒനിഡ TV 32 ഇഞ്ചാണ് വന്നത്, അത് നമ്മൾ ഏത് ഗോഡൗണിലേക്കാണ് പോകേണ്ടത് അത് കൊടുത്തു. 2 റിട്ടേൺ ചെയ്തു. അതിൻ്റെ സോൾഡ് പ്രൈസ് അവിടെ വന്നു. ഓക്കെ, ഇൻപുട്ട് ചെയ്ത് വിട്ടു. ഡിസ്കൗണ്ടൊക്കെ അത് കൊടുത്ത രീതി എങ്ങനെയാണോ വന്നത് അതുപോലെ നിങ്ങൾ അവർ തന്ന ക്രെഡിറ്റ് നോട്ട് നോക്കി ഇൻപുട്ട് ചെയ്യുക. ഇൻപുട്ട് ചെയ്തു, എൻ്റെ ലിസ്റ്റ് കൊടുത്തു. നമ്മൾ ഐറ്റം എൻ്റർ ചെയ്ത് കഴിയുമ്പം അക്കൗണ്ട് ഇൻഫർമേഷൻ ചോദിക്കും. അക്കൗണ്ടിങ് ഡീറ്റെയിൽസ് സെയിൽസ് റിട്ടേണിലേക്കാണ് പോകേണ്ടത്. സെയിൽസ് റിട്ടേൺ ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൺട്രോൾ ഓൾട്ട് C കൊടുത്തിടണം, ക്രിയേറ്റ് ചെയ്യുക. ഓൾട്ട് C കൊടുക്കുമ്പം ലെഡ്ജർ ക്രിയേഷൻ സ്ക്രീനിലേക്ക് പോകും. അവിടെ നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത് സേവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഇവിടെ ഫില്ലാവും. നമുക്ക് സ്പേസ് ബാർ തട്ടിയാൽ ലിസ്റ്റ് കിട്ടും. ആ ലിസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ സെയിൽസ് റിട്ടേൺ ഇൻപുട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു ബ്ലാങ്ക് ലൈനിൽ വെച്ച് എൻ്റർ അടിക്കുമ്പോൾ നേരെ നിങ്ങൾക്ക് ടാക്സിൽ വരും. ഔട്ട്പുട്ട് ടാക്സും CGSTയും SGSTയും നമ്മൾ ഇൻപുട്ട് ചെയ്തു 14% വീതം. ഓക്കെ, കണ്ടല്ലോ, രണ്ട് ഇൻപുട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ലൈന് ഏതെങ്കിലും വേറെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ എക്സ്പെൻസ് വല്ലതും ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ നറേഷനും കൊടുത്തു, സേവ് ചെയ്യുന്നു. അക്സെപ്റ്റ് യെസ് ഓർ നോ, യെസ്. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, ഈ ക്രെഡിറ്റ് നോട്ട് ഇൻപുട്ട് ചെയ്തു. ക്രെഡിറ്റ് നോട്ട് ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നോക്കാം. ഏതൊക്കെ നമുക്ക് ഡിസ്പ്ലേക്കകത്ത് പോയാൽ അക്കൗണ്ട് ബുക്കിനകത്ത് എന്ത് ചെയ്യാം, ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ഉള്ളത് എടുത്ത് നോക്കിയാൽ നമുക്ക് അക്കൗണ്ട് ഗ്രൂപ്പെല്ലാം കിട്ടാൻ ഇവിടുന്ന് കിട്ടും. ലെഡ്ജേഴ്സിനകത്താണ് ഇതിനകത്ത് കിട്ടും. ഗ്രൂപ്പ് എടുത്ത് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് എടുത്ത് നോക്കിയാൽ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ CGST SGST 40% എടുത്താൽ ഓരോ ലെഡ്ജറിനകത്തും അതിൻ്റെ ഡെബിറ്റ് നോട്ട് വന്നിരിക്കും. കണ്ടോ, ക്രെഡിറ്റ് നോട്ട് നമ്മൾ പഠിച്ച ആ ക്രെഡിറ്റ് നോട്ട് അവിടെ വന്നു. പർച്ചേസിനകത്ത് പറഞ്ഞ സെയിൽസിനകത്താണെങ്കിൽ നമുക്ക് റിട്ടേൺസ് അതും അതിനകത്ത് വരും. പർച്ചേസിനകത്താണെങ്കിൽ ഡെബിറ്റ് നോട്ട് വരും. ഇതിനകത്ത് നമുക്ക് ക്രെഡിറ്റ് നോട്ട് വന്നു. 14% ആണ് ഇൻപുട്ട്. ഔട്ട്പുട്ട് ടാക്സ് ആണ്. അപ്പോൾ സെയിൽസ് ആണ്. ക്രെഡിറ്റ് നോട്ട് വന്നുണ്ടോ,
ക്രെഡിറ്റ് നോട്ട് വന്നു. ഓക്കെ, അണ്ട പർച്ചേസിൻ്റെ ടാക്സാണ് ഡെബിറ്റും ക്രെഡിറ്റുമായിട്ട് ഇവിടെ കമ്പയർ ചെയ്ത് കിടക്കുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പം നമ്മളിത് കഴിഞ്ഞിട്ട് പാർട്ടീസിൻ്റെ ലെഡ്ജറാണ് നോക്കേണ്ടതെങ്കിൽ ലെഡ്ജേഴ്സ് എടുത്ത് നോക്കാം. നമുക്ക് ഗ്രൂപ്പാണെങ്കിലും ലെഡ്ജറാണെങ്കിലും ലെഡ്ജേഴ്സ് എടുത്തു. റാമിൻ്റെ കയ്യിൽ നിന്നാണ് നമുക്ക് റിട്ടേൺ വന്നത്. റാമാൻ്റെ കമ്പനി എടുത്തു. റാമാൻ്റെ കമ്പനിയിൽ സെയിൽസ് റിട്ടേൺ കാണിച്ചിരിക്കുന്നുണ്ട്. അവരുടെ പേഴ്സണൽ ലെഡ്ജറിനകത്ത് സെയിൽസ് റിട്ടേൺ വന്ന് അവരെ ബാലൻസ് ചെയ്യുന്നത് ഡിഡക്റ്റ് ചെയ്ത് ടാക്സ് ഉൾപ്പെടെ. ഓക്കെ, ഇനി നമുക്ക് പി ആൻഡിൽ എടുത്ത് നോക്കാം. പി ആൻഡിൽ നമുക്ക് മെയിൻ ഗേറ്റ് വേ ഓഫ് ടാലിയിലുണ്ട്. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ നിന്ന് പി ആൻഡിൽ എടുത്ത് ഫുൾ ഡീറ്റെയിൽസ് ഓൾട്ടർ ഫണ്ട് കൊടുത്ത് നമ്മൾ എടുത്തു. സെയിൽസ് ഈ പാർട്ടാണ്. സെയിൽസിനകത്ത് നിന്ന് സെയിൽസ് റിട്ടേൺ ലെസ് ചെയ്തേക്കുന്നുണ്ട്. ആ ബ്രാക്കറ്റ് മൈനസ് ഉണ്ടോ അവിടെ ലെസ് ചെയ്തിരിക്കുകയാണ്. സെയിൽസ് ലെസ് സെയിൽസ് റിട്ടേൺ. നമ്മൾ കൊമേഴ്സ് പഠിച്ചവർക്ക് അറിയാം. സെയിൽസ് ചെയ്ത് സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെയിൽസ് റിട്ടേൺ. അപ്പോൾ ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും നമ്മൾ എങ്ങനെ ഇൻപുട്ട് ചെയ്യണം, അതൊക്കെ റിപ്പോർട്ടുകൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഇൻഫർമേഷൻ അറിയാൻ പറ്റും. ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, താങ്ക് യു. നമ്മൾ നല്ലതുപോലെ വാച്ച് ചെയ്യുക. വാച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻട്രി ബോക്സിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്. ബായ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, താങ്ക് യു. ബൈ ബൈ.